അനിയനോ ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞിട്ട് ആര്യ ആദ്യം അമ്മയോട് പറഞ്ഞത് എന്താണ്? എനിക്ക് തോന്നുന്നത് എവിടെങ്കിലും പിടിച്ചു നിന്നോന്ന് അച്ഛൻ പറഞ്ഞിട്ട് എന്തോ ആണ് കോൾ ചെയ്തല്ലേ. സ്റ്റെപ്പിലായിരുന്നു, ഇരുന്നു പോയി, വെണ്ടയ്ക്കാൻ കരിഞ്ഞു. ഞാൻ പാചകം ചെയ്തിട്ട് എന്റെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കുക. ആദ്യം അമ്മേനോട് എന്താ പറഞ്ഞേ? അമ്മ അംഗീകരിച്ചില്ല. ഞാൻ പറഞ്ഞു അമ്മ ശരിക്കും ഉള്ളതാണോ, നല്ല രസമായിരിക്കുമല്ലേ. ഇല്ല അങ്ങനെയൊന്നും ഇല്ലാന്ന്, അച്ഛൻ ചുമ്മാ പറയുന്നതാന്ന്. ഇതാണ് പറഞ്ഞത് അമ്മ, അല്ലേ? അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. അച്ഛൻ കള്ളം പറയാണെന്ന്. അപ്പോഴും എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എന്നോട് പറയാൻ ബുദ്ധിമുട്ടായി, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ദൂരെ നിക്കണോണ്ടായിരുന്നു മോളെ, ദൂരെ അല്ലായിരുന്നു. അപ്പൊ പെട്ടെന്നൊക്കെ കേറി എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ പേടിയാണ്. ഇതിനൊക്കെ അത് അറിയില്ലല്ലോ. പക്ഷെ അറിയില്ല ഉണ്ടോ. അത് കൊറേ എനിക്ക് ഇതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ കുറെ പെമ്പിള്ളേർ, ഈ നോർത്ത് ഇന്ത്യൻസ് പെമ്പിള്ളേർ മെസ്സേജ് അയച്ചു, ഇങ്ങനെ അമ്മ ഉണ്ടായാലും എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യണത്, കൗൺസിലിങ്ങിന് പോയിരുന്നു എന്നൊക്കെ ചോദിച്ചു മെസ്സേജ് അയച്ചവരൊക്കെ ഉണ്ട്. ഇതുവരെ സംസാരിക്കാത്തവരും ഉണ്ട്. അങ്ങനെ അത് ശരിയാട്ടോ, അത് ശരിയാ. അതുകൊണ്ടാട്ടോ പറയാൻ. അല്ലാതെ പക്ഷെ കേരളത്തിൽ നമ്മ അങ്ങനെ ചിന്തിച്ചല്ലോ. അതെ, എനിക്ക് നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുക, അതിന്റെ ഇടയിലാണ് ഇങ്ങനെ. നമുക്കൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും പ്രായമായി കഴിഞ്ഞ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടി വരുന്നത് നമുക്കൊരു സന്തോഷമാണ്. പക്ഷെ അവരങ്ങനെ ചിന്തിക്കും, അത് നമുക്ക് കാര്യമില്ല. പക്ഷെ അച്ഛൻ വളരെ കൂളായിട്ട് പറഞ്ഞില്ലേ, എവിടെയെങ്കിലും പിടിച്ചു നിന്നോ ആര്യ, നീ പറഞ്ഞോ, നീ പറയാറില്ലേ അതുപോലെ തന്നെ ഗർഭിണിയാണത്, പ്രഗ്നന്റ് ആണ്. അച്ഛൻ വിളിക്കാറില്ല ഫോൺ 4-5 ദിവസമായിട്ട്. എന്റെ ലൈഫില് എന്റെ ഫോണിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ കോളുകൾ എന്ന് പറയുന്ന അച്ഛൻ്റെയാ. രാവിലെ ഉച്ച വൈകുന്നേരം വെറുതെ വിളിക്കുന്ന അച്ഛനാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് തന്നെ, എപ്പോൾ എവിടെയാണെങ്കിലും. അന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് അച്ഛന്റെ കോളുകൾ വളരെ കുറവായിരുന്നു. അതിന്റെ സ്കാനിങ്ങിനൊക്കെ കൊണ്ടുനടക്കുക, അങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ആര്യയുടെ അമ്മയെയാണോ അതോ പാലുവിന്റെ അമ്മയെയാണോ ആര്യക്ക് കൂടുതൽ ഇഷ്ടം? എന്റെ അമ്മ ആണല്ലേ. ഇതിപ്പോ ആര്യ അത് വേറൊന്നും അല്ല ചേച്ചി, ഇപ്പൊ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് ഈ പ്രായത്തിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് ദേഷ്യം കൂടിയപ്പോ അമ്മ അറിയാതെ തന്നെ കുറെ പേരോട് സംസാരിച്ചിട്ടുണ്ട്, അമ്മയുടെ ആയുർവേദ ഡോക്ടറോടൊക്കെ. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അറിയാം ഇപ്പോൾ അമ്മയ്ക്ക് പ്രഷറൊക്കെ ഉണ്ട്, എന്നാൽ അമ്മ ദേഷ്യപ്പെടുമായിരിക്കും, കുറച്ചുകൂടെ ദേഷ്യം കൂടും അവരുടെ ശാരീരിക അസ്വസ്ഥത കൊണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇപ്പോൾ ഉള്ള അമ്മ പാലുവിനൊന്ന് ദേഷ്യപ്പെടും, ചിലപ്പോ ഒന്നും ഒരൊറ്റ തല്ലൊക്കെ കൊടുക്കുമ്പോ അമ്മ അറിഞ്ഞോണ്ടല്ല അത് ചെയ്യുന്നത്. പക്ഷെ എനിക്കത് കാണുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ വളർത്തിയ അമ്മ എന്ന് പറയുന്നത് ഞാൻ കേട്ടറിഞ്ഞ അമ്മ ഭയങ്കര പാവമായിരുന്നു, സുന്ദരി പാവമായിരുന്നു, ഇത്ര മുടിയൊക്കെ ഉള്ള പാവമായിരുന്നു. നല്ല അടി വീക്കൊക്കെ കിട്ടി തന്നെയാണ് ഞാൻ വളർന്നത്. പക്ഷെ പാലുവിന്റെ പ്രായത്തിലുള്ള അച്ഛൻ അന്നൊന്നും ഒരു ഇങ്ങനെ ചേട്ടൻ ഇരിക്കണോണ്ടാണ് എല്ലാരും പാവച്ചില്ല ചേട്ടൻ പ്രായത്തിന്റേതായ ഓരോ പ്രായം. നല്ല പ്രായമുണ്ട് ഇപ്പൊ, മുടിയൊക്കെ. എത്ര വയസ്സുണ്ടാവും? എത്രയുണ്ട്? 45 വയസ്സ്. 45ഓ? അപ്പൊ അമ്മയേക്കാൾ ചെറുതാണോ അച്ഛൻ? 52 പ്രായത്തിന്റെ ഓരോരോ പ്രശ്നങ്ങൾ അച്ഛനുണ്ട്. ചെറുതായിട്ടൊന്ന് പ്രായം കുറഞ്ഞില്ലല്ലോ, അത് പ്രശ്നമില്ല. ഓക്കെ, പാലു ജനിച്ച ശേഷമുള്ള ആ സമയത്ത് അമ്മയ്ക്ക് പലപ്പോഴും ആര്യയുടെ കൂടെ സ്ഥിരം യാത്ര ചെയ്യാനൊക്കെ പറ്റാതെ വന്നല്ലോ. ആ സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലേ? എനിക്ക് ഒരുപാടുണ്ട്, ഒരുപാട് മിസ് ചെയ്യേണ്ടി ഉണ്ട് ആണ്. ഓക്കെ, ഇനി പാലുവിന്റെ അമ്മ ആര്യാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടോ? എന്റെ ചേച്ചി അതിനെ പറ്റി ഒന്നും പറയണ്ട. ആണ്, ശരിക്കും തെറ്റിദ്ധരിക്കുന്നുണ്ട് നല്ലോണം. തെറ്റ് തന്നെയല്ല, അങ്ങനെയാണ് എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. അമ്മയുടെ അടുത്തൊക്കെ എന്തെങ്കിലും ചോദിക്കാറ്? നമ്മുടെ ഇന്റർവ്യൂ കണ്ടവരൊക്കെ ആണെങ്കിൽ ശരി, അല്ലാതെ ഓരോ കടകളിൽ പോകുമ്പോഴത്തേ മോള് കരയണം കേട്ടോ, അവൻ അനിയത്തിയാണ് പറഞ്ഞു കൊടുക്കും. ഓക്കെ, പാലു ഏറ്റവും കൂടുതൽ വഴക്ക് കാണിക്കുന്നതും ചിണുങ്ങുന്നതും ഏത് സിറ്റുവേഷനിലാണ്? എന്ത് സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വഴക്ക്? അരിയപ്പാപ്പം പാപ്പം വേണം എനിക്ക്, മിഠായി, വെള്ളം ഒരു കുഴപ്പമില്ല അതിനൊക്കെ. അതൊക്കെ കണ്ടാൽ മിണ്ടില്ല, ദേഷ്യം വന്ന മിണ്ടണ്ടെന്ന് പറയാൻ അറിയില്ല, ആര്യം മിണ്ടുണ്ടോ എന്ന് പറയും. ഇതുകൂടി കഴിഞ്ഞ് നമുക്ക് ഒരു ചെറിയ കുഞ്ഞു സെഗ്മെന്റും കൂടി, അല്ലെങ്കിൽ ഇവരെന്നെ ഓടിക്കും. ഓക്കെ, ഇതിൽ 3 പേരും പറയണേ. ഹൂ നോസ് പാലു ബെറ്റർ? പാലുവിനെ ഏറ്റവും കൂടുതൽ ആർക്കാണ് അറിയാവുന്നത്? അതാണ് സെഗ്മെന്റ്. ഓക്കെ, പാലു TV കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാറുള്ള ഒരു ആക്ട്രസ്? മോഹൻലാൽ ആണോ? മോഹൻലാൽ എന്ന് പറയും ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതാ, ഇടയ്ക്കിടയ്ക്ക് പറയും, അത്രേ ഉള്ളൂ. ആര്യ മോഹനല്ല, ആര്യ മോഹൻലാൽ എന്നാ പറയാ. ഓക്കേ, അങ്ങനെ. ഓക്കെ, എനിക്കല്ലേ പോയിന്റ്? അങ്ങനെയൊക്കെ ഇല്ലേ? പ്രോത്സാഹനം. ഓക്കെ, ഇനി പാലു ആരെ കാണുമ്പോഴാണ് പേടിക്കാറുള്ളത്? ഇതിൽ കൂടുതൽ പേടി പാലുവിന് ആരെയാ? ആണുങ്ങളെ കാണുമ്പോ. അച്ഛനൊഴികെയുള്ള ഏത് ആണുങ്ങളെ കണ്ടാലും പേടിയാ. ആണല്ലേ? ഒന്ന് ഭയക്കും പോവാനായിട്ട്. ആണല്ലേ? അല്ലാതെ പാലുവിന് നിങ്ങളുടെ അമ്മേനെയോ ആരെയോ അങ്ങനെ പേടിയൊന്നും ഇല്ല? അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല, വളരെ കൂളായിട്ട് പോകും, വളരെ കൂളാണെന്ന്. ഓക്കെ, പാല് മൂഡ് ഓഫ് ആകുന്നത് എപ്പോഴാണ്? മൂഡ് ഓഫ് ആവുന്നത്
എപ്പോഴാണ് അച്ഛൻ മൂഡ് ഓഫ് ആവുന്നത് പാല് കൂടുതൽ? ഇല്ല, പുള്ളിക്ക് എല്ലാരും ഉള്ളതാ പുള്ളിക്ക് സന്തോഷം. ആണ്. പിന്നെ മൂഡ് ഔട്ട് അവളെ ശ്രദ്ധിക്കാതെ വരും. എനിക്കാണ് പോയിന്റ്. അവളെ പാലിന് പ്രത്യേകത ഇപ്പൊ ഒരാളെ പരിചയപ്പെടുത്താൻ ഭയങ്കര ഇഷ്ടമാണ്. വിളിച്ചോണ്ട് വരും. ഇപ്പൊ ചേച്ചി വന്നപ്പോ അവള് മിണ്ടിന്ന് വിചാരിച്ചു, ചേച്ചി കൊഞ്ചിച്ചു ഉടനെ ചേച്ചി ആരി, ചേച്ചി അമ്മ, മറ്റുള്ളവരെയും കൂടെ അങ്ങനെ നമ്മൾ എന്നിട്ട് അവളെ വിളിച്ചോണ്ട് പോകുമ്പോ അവളെ നോക്കിയില്ലെങ്കിൽ അവൾക്ക് വിഷമം. അതാണ് അവളുടെ ഒരു കുറച്ച് അറ്റൻഷൻ ഒക്കെ വേണം, അതും വേണം. വേണം. ഓക്കെ. എന്ത് കാണിച്ചാലാണ് പാല് കരച്ചിൽ നിർത്തുക? മിഠായി കാണിച്ചാലാണ്? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല, വെറുതെ നിർത്തിക്കോളും, നമ്മൾ മൈൻഡ് ചെയ്യാതെ. ദേഷ്യപ്പെടുമ്പോ വടി എടുത്തു കഴിഞ്ഞാ, വടി എടുത്ത് ചട്ടകം പൊള്ളിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ് എടുത്ത് നിർത്തിക്കോളും. ഇപ്പൊ എന്തായാലും പാലു നമ്മളുടെ ലൈഫിൽ വന്നപ്പോ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? ലൈഫിൽ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാറ്റം വന്നത് എന്തായിരിക്കും പാല് ലൈഫിൽ വന്നതോടെ? എല്ലാവരുടെയും ദേഷ്യം, അയ്യോ ഇതൊന്നും പറയാൻ പറ്റില്ല, എല്ലാവർക്കും ദേഷ്യമുണ്ട്. എന്നാലേ ഒരുപാട് ഒരു സ്ട്രെസ്സിലൂടെ ഒക്കെ പോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുമ്പോ ഇവളുള്ളപ്പോ നമുക്കൊരു ഇപ്പൊ നോക്കുമ്പോ ചിന്തിക്കും എന്തിനാണ് ഇവളെ ഭഗവാൻ ഇപ്പൊ ഞങ്ങൾക്ക് തന്നാന്ന് തോന്നുമ്പോഴേ ഒരു സ്ട്രെസ് ഒക്കെ ഉണ്ടാവുമ്പോ അവളെ കാണുമ്പോ ഒരു സമാധാനം അങ്ങനെ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ ആര്യമോഹനം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മളുടെ മോഹിനിയാട്ടം എക്സ്ക്ലൂസീവ്ലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ആദ്യം തന്നെ എല്ലാവരോടും നമ്മൾ മോഹിനിയാട്ടത്തിന്റെ മാത്രം ഒരു സ്പേസ് ആണ് തുടങ്ങിയിരിക്കുന്നത്. മോഹിനിയാട്ടം പഠിക്കാൻ ഇഷ്ടമുള്ള ആണെന്നില്ല, പെണ്ണെന്നില്ല, പ്രായപരിധികളില്ല, ഒന്നുമില്ല. ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് നമുക്ക് പഠിക്കാം. ഓൺലൈനും ഓഫ്ലൈൻ ക്ലാസ്സുകളും നമുക്ക് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ടെമ്പിൾ ഓർണമെന്റ്സ് ആൻഡ് പ്രാക്ടീസ് സാരീസിന്റെ എന്താ പറയാ കളക്ഷൻസും കൂടെ നമ്മൾ അവൈലബിൾ ആണ്. സോ അതിന്റെയൊക്കെ അപ്ഡേറ്റ്സ് ഓൺലൈനിൽ പതുക്കെ നമ്മൾ ചെയ്തു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് വലിയ വിശേഷങ്ങൾ ഇപ്പൊ എന്റെ ജീവിതത്തിൽ. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവും. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.